ഹലോ. സോ ഇന്ന് ഞാനൊരു 100 കിലോമീറ്റേഴ്സ് റൈഡിന് പോവാണ്. നമ്മുടെ ഈ സൈക്കിളാണ് എടുക്കുന്നത്. അപ്പം 100 കിലോമീറ്റർ എന്നെ സിംഗിൾ ഡേ ആദ്യമായിട്ടാണ് ചവിട്ടാൻ പോകുന്നത്. സോ ഞാൻ 60 കിലോമീറ്റേഴ്സ് ആയിരുന്നു പെർ ഡേ അന്ന് ഓൾ കേരള പോയ ടൈമിൽ ചവിട്ടിയിരുന്നത്. സോ ഞാൻ പോകുന്ന റൂട്ട് ഇവിടുന്ന് നേരെ പാലക്കാട് ജില്ല ലൈക്ക് മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിലാണ് പ്ലാൻ ചെയ്യുന്നത്. വെതറെല്ലാം ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മണ്ണാർക്കാട് നിന്ന് പെരിന്തൽമണ്ണ പോവുക, അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരിക. അങ്ങനെ നമ്മളൊരു 100 കിലോമീറ്റേഴ്സ് റൗണ്ട് ട്രിപ്പ് കിട്ടും. സോ ഇപ്പോൾ മേലാറ്റൂർ എത്തി. രാവിലെ 6 മണി 6:15 ഇപ്പോൾ ടൈം കേട്ടോ. ഓക്കെ, ഞാൻ ഈ സൈക്കിൾ റൈഡിങ് സ്യൂട്ടിലൊന്നുമല്ല, സാധാരണ ഡ്രസ്സിലാണ്. മഞ്ഞ് വെള്ളമാക്കാൻ വേണ്ടി ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. സോ മേലാറ്റൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് അലനല്ലൂർ എത്തി. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു 15 കിലോമീറ്റേഴ്സ് കൂടെ പോയാൽ മണ്ണാർക്കാട് എത്തും. രാവിലെ ആയതുകൊണ്ട് വലിയ വണ്ടികളൊന്നുമില്ല, നല്ല കംഫർട്ടബിളായിട്ട് ഇങ്ങനെ പോവാം. ഓൺ ദ വേ എൻ്റെ ഒരു കസിനെ കണ്ടു ആൻഡ് സംസാരിച്ച് ജസ്റ്റ് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പിൽ കയറി. ഞാൻ ഈ കലോറിയൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പഴംപൊരി മറ്റ് ഐറ്റംസ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒരു മുട്ട കഴിക്കാമെന്ന് വിചാരിച്ചു ആൻഡ് കട്ടനും. എനിക്ക് കുറച്ച് ലൈറ്റ് കട്ടൻ ചായയാണ് ഇഷ്ടം. സോ മണ്ണാർക്കാട് റൂട്ടിൽ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സൈക്കിളിൻ്റെ ഗിയേഴ്സ്, ഇത് ഷിഫ്റ്റേഴ്സ് എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഷിമാനോടെയാണ്. ആൻഡ് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയായിരുന്നു, എൻ്റെ വണ്ടിക്ക് കാറിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, എനിക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എൻ്റെ സൈക്കിളിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടെന്ന്. സോ നമ്മൾ കുമരമ്പത്തൂർ ചുങ്കം എത്തി. ഇവിടുന്ന് ഈ കാണുന്ന റൈറ്റിൽ കാണുന്ന റോഡാണ് പെരിന്തൽമണ്ണയിലേക്ക്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിലൂടെയാണ് പോകുന്നുണ്ടാവുക. അങ്ങനെ മുന്നോട്ട് കല്ലടി കോളേജിൻ്റെ കയറ്റത്തിൽ വെച്ചിട്ട് ഒരു സൈക്ലിസ്റ്റിനെ കണ്ടുമുട്ടി. അംജദ് എന്നാണ് ഇവൻ്റെ പേര്, നാട്ടുകല്ലാണ്, അവിടെ നിന്നാണ് ഇവൻ വരുന്നത്. ജസ്റ്റ് ഒരു റൈഡിന് ഇറങ്ങിയതാണ്. ഇവിടെ +1 +2 ഏതോ പഠിക്കുകയാണ് MESൽ. അപ്പോൾ സൈക്ലിങ്ങിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, നമ്പറൊക്കെ വാങ്ങി. എ ഗുഡ് ഗായ്. അങ്ങനെ മണ്ണാർക്കാട് കോടതിപ്പടി എത്തി. ഓക്കെ, നമ്മുടെ യാത്രയുടെ ഏകദേശം 1/3 കഴിഞ്ഞു. ഇത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് ആൻഡ് പാലക്കാട് സൈഡിലേക്ക് പോവാണ്. ഇനി അവിടെ നമ്മൾ ആ ഒരു തെങ്കര അട്ടപ്പാടി റൂട്ടിലൊന്ന് പോവും. 500 കലോറി ബേൺ ചെയ്ത് 600 കലോറി അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് കലോറി. ഞാൻ സൈക്കിളിലൂടെ സൈഡാക്കി ഒരു പള്ളിയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി. ഓക്കെ, അപ്പോൾ ഇനി ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു, സൺസ്ക്രീനൊക്കെ കളഞ്ഞ് ആൻഡ് ഒന്ന് ലുഹയൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. പടച്ചോനതിൻ്റെ ആവശ്യമില്ലെങ്കിലും നമ്മൾ നന്ദി കാണിക്കണ്ടേ. ഹായ്, അപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞു. അട്ടപ്പാടി റൂട്ടിൽ പോയില്ല, മരണ ചൂടാണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പെരിന്തൽമണ്ണ റൂട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. ഇറ്റ്സ് പാലക്കാട് കോഴിക്കോട് 966 ഹൈവേ. ഏകദേശം നാട്ടുകല്ലൊക്കെ എത്തിയ സമയത്ത് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനൊന്ന് വണ്ടി സൈഡാക്കി എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ അവിടുന്ന് പോകുന്നത്. ടയറിന് മഡ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് മഴയത്ത് ഓടിക്കൽ കുറച്ച് റിസ്ക്കാണ്, നന്നായിട്ട് വെള്ളം തെറിക്കും. സോ വി ഹാവ് റീച്ച്ഡ് പെരിന്തൽമണ്ണ ഗൈസ്. ഓക്കെ, സമയം ഏകദേശം 5 മണി 6 മണിയൊക്കെയാണ്. സോ ഇപ്പോൾ ഈ പോകുന്നത് പെരിന്തൽമണ്ണ ലൈക്ക് മണ്ണാർക്കാട് ബൈപ്പാസിലാണ്. മഴ തോർന്ന ഉടനെയുള്ള ഈ ഒരു റോഡ് കണ്ടീഷൻ ആൻഡ് വെതർ ഭയങ്കര അടിപൊളിയാണ്. സോ ചില്ലീസ് ജംഗ്ഷനിലെത്തി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് ജസ്റ്റ് ജംഗ്ഷനിലൂടെ ഒന്ന് പോയിട്ട് ചുറ്റിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സോ ദ റൈഡ് ഈസ് ഓവർ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.